നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. നമ്മൾ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനം ഭാവാർത്ഥം നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിൽ 18-ാമത്തെ അധ്യായം സന്യാസത്തിന്റെ പരിപൂർണത എന്ന അവസാനത്തെ അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ 58-ാമത്തെ ശ്ലോകം 58 മുതൽ 60 വരെയുള്ള ശ്ലോകങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഭഗവാനെ നിരന്തരമായിട്ട് സ്മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലും നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ ബോധത്തിലും എപ്പോഴും ഭഗവാനെ കുറിച്ചുള്ള സ്മരണ ഉണ്ടായി കഴിഞ്ഞാൽ, ഭഗവാന്റെ തന്നെ ബോധത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ വളരെ ലളിതമായിട്ട് തരണം ചെയ്യാൻ സാധിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. മച്ചിത്ത സർവദുർഗാണി മത് പ്രസാദാ തരിഷ്യസി. നമ്മുടെ മനസ്സും ബുദ്ധിയും ബോധവും എല്ലാം ഭഗവാനിലാണ് ഇരിക്കുന്നതെങ്കിൽ, ഭഗവാനെ കുറിച്ചുള്ള ചിന്തയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഭൗതികമായി സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മളെ അങ്ങനെ ബാധിക്കുന്നില്ല. അത് ബാധിക്കാതെ നമ്മൾക്ക് അതിനെ മറികടക്കാൻ സാധിക്കുമെന്നാണ് ഭഗവാൻ പറഞ്ഞിരുന്നത്. മച്ചിത്ത സർവദുർഗാണി, എല്ലാതരം പ്രശ്നങ്ങളെയും മറികടക്കാൻ നമ്മുടെ ആ കൃഷ്ണാബോധം, ഭഗവാനെ കുറിച്ചുള്ള നിരന്തര സ്മരണ, ഭഗവാനിലുള്ള ആശ്രയം, ഇതെല്ലാം നമ്മളെ സഹായിക്കുമെന്നാണ് പറയുന്നത്. മത് പ്രസാദാ തരിഷ്യസി. ഭഗവാന് ഏതൊരു അവസരത്തിനെയും ഏതൊരു സാഹചര്യത്തിനെയും മാറ്റിമറിക്കാനുള്ള കഴിവാണ്. ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രകൃതി മുഴുവൻ പ്രവർത്തിക്കുന്നത്. പ്രകൃതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഭഗവാന്റെ അനുമതിയോടുകൂടിയാണ്. അപ്പോൾ ഭക്തന് അനുകൂലമായിട്ട് സാഹചര്യങ്ങൾ മാറ്റുന്നതിന്, ഭക്തന് സാഹചര്യങ്ങളെ മറികടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ബുദ്ധി ഉപദേശിക്കുന്നതിനും ഭഗവാന് സാധിക്കും. ഓരോ സാഹചര്യങ്ങളിലും എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ആ സമബുദ്ധി നൽകാൻ ഭഗവാന് സാധിക്കും. അങ്ങനെ ഭഗവാൻ ഭക്തനെ എല്ലാ സമയം സംരക്ഷിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ ആ സംരക്ഷണമെല്ലാം നമ്മൾ മറികടന്ന് എനിക്ക് ഭഗവാന്റെ ആശ്രയമൊന്നും ആവശ്യമില്ല, ഞാൻ ഭഗവാനെ ആശ്രയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഭഗവാന്റെ സഹായമില്ലാതെ തന്നെ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് ഭഗവാനിൽ നിന്ന് വേറിട്ട് നിന്ന് അഹങ്കാരത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ആ ജീവന് ഭഗവാന്റെ സംരക്ഷണം നഷ്ടപ്പെടുകയും ആ ജീവന് പ്രകൃതി ഗുണങ്ങൾ അനുസരിച്ച്, പ്രകൃതി നിയമങ്ങൾ അനുസരിച്ച് വീണ്ടും പ്രവർത്തിക്കേണ്ടി വരും എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് അർജുനനോട് പ്രത്യേകമായിട്ട് പറഞ്ഞു, അർജുന, നീ യുദ്ധം ചെയ്യണമെന്ന് തന്നെയാണ് ഭഗവാന്റെ നിർദ്ദേശം. തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധേച്ഛ. യുദ്ധം ചെയ്യണമെന്ന് തന്നെയാണ് ഭഗവാന്റെ നിർദ്ദേശം. കാരണം എതിർപക്ഷത്തുള്ളത് വലിയ അധർമ്മികളാണ്. ചെയ്യാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. അവർ രാജ്യത്തിന് ആപത്താണ്. അതുകൊണ്ട് അധർമ്മികളോട് യുദ്ധം ചെയ്യേണ്ടത് ധാർമ്മികനായിട്ടുള്ള ക്ഷത്രിയന്റെ ചുമതലയാണ്. അത് ചെയ്യാതിരുന്നാലാണ് നിനക്ക് പാപം ഉണ്ടാകുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു. അധർമ്മികളോട് യുദ്ധം ചെയ്തിട്ടില്ലെങ്കിൽ അത് അധർമ്മത്തിന് കൂട്ടുനിൽക്കുന്നത് പോലെയാവും. അല്ലെ, കള്ളന്മാരെ പോലീസ്
ശിക്ഷിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ കള്ളന്മാരെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. കള്ളന്മാരെ സംരക്ഷിക്കുന്നത് തെറ്റാണ്, നിയമവിരുദ്ധമാണ്. അതാണ് തെറ്റായിട്ടുള്ള പ്രവൃത്തി, അധർമ്മം. അതുപോലെ ക്ഷത്രിയൻ അധാർമികളോട് ക്ഷമിക്കുന്നത് തെറ്റാണ്. അധർമ്മികളെ ശിക്ഷിക്കുകയാണ് വേണ്ടത്. യുദ്ധം ചെയ്തിട്ടില്ലെങ്കിലാണ് നിനക്ക് പാപമുണ്ടാകുന്നത്. മാത്രമല്ല ഭഗവാന്റെ നിർദ്ദേശമാണ് യുദ്ധം ചെയ്യാൻ വേണ്ടി. ഭഗവാൻ അവതരിക്കുന്നത് തന്നെ അധർമ്മികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വിനാശായച്ച ദുഷ്കൃതികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ പദ്ധതിയിൽ ഒരു ഭാഗമാകാനുള്ള അവസരമാണ് ഭഗവാൻ അർജുനന് കൊടുത്തിട്ടുള്ളത്. ഭഗവാന് വേണ്ടി അർജുനന് അധർമ്മികളെ ഇല്ലാതാക്കാം. നിമിത്ത മാത്രം ഭവ സവ്യസാചൻ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ പ്രവൃത്തികൾക്ക് ഒരു നിമിത്തമാകാൻ അർജുനന് ഒരു വലിയ അവസരമാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു അവസരം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, അധർമ്മികൾക്കെതിരെ യുദ്ധം ചെയ്തില്ലെങ്കിലാണ് നിനക്ക് പാപം ഏൽക്കുന്നത് എന്നൊക്കെ കാര്യം പറഞ്ഞു. അതുകൊണ്ട് ഭഗവാന്റെ വാക്കുകൾ അതേപടി കേൾക്കുകയാണ് വേണ്ടത്. ഭഗവാന്റെ വാക്കുകൾ കേൾക്കാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിനക്ക് ദോഷമാണ് ഉണ്ടാകുന്നത്. നിനക്ക് വീണ്ടും ഭൗതിക ലോകത്തിലേക്ക് താന്നു പോകേണ്ടി വരും എന്ന് ഭഗവാൻ പറയുന്നു. അത് ചേർത്തും അഹങ്കാരാൻ ശ്രോഷസി ദിനംക്ഷസി ശ്ലോകത്തിൽ പറയുന്നു. ഭഗവാനെ കേട്ടിട്ടില്ലെങ്കിൽ, ഭഗവാന്റെ നിർദ്ദേശം അനുസരിക്കാത്ത ജീവാത്മാക്കൾക്ക് താഴ്ചയാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. ഓരോ ജീവാത്മാവും അവരവരുടെ പ്രവൃത്തികൾക്കനുസരിച്ചാണ് താഴോട്ടും മുകളിലോട്ടും പോകുന്നത്. ഭഗവാനെ അനുസരിക്കുകയാണെങ്കിൽ അവർക്ക് ഉയർന്നു പോകാം. ഭഗവാനെ അനുസരിക്കുന്നില്ലെങ്കിൽ അവർക്ക് പ്രകൃതി നിയമങ്ങൾ അനുസരിച്ച്, സത്വരജസ്തമോ ഗുണങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരും എന്നുള്ള കാര്യം പറഞ്ഞു. ഇതിനൊക്കെ സാക്ഷി ആരാണ് എന്നതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ആരാണ് നമ്മുടെ ഈ പ്രവൃത്തികളൊക്കെ കാണുന്നത്? നമ്മുടെ എല്ലാ പ്രവൃത്തികളും എല്ലാവർക്കും കാണുന്നില്ല. നമ്മുടെ എല്ലാ ചിന്തകളും എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. മറ്റുള്ളവർ അറിയുന്നില്ല. നമ്മുടെ ആഗ്രഹം എന്താണെന്ന് മറ്റുള്ളവർ അറിയുന്നില്ല. നമ്മുടെ എന്ത് ആഗ്രഹത്തോടു കൂടിയാണ് ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത് എന്ന് പൂർണ്ണമായിട്ടും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പം നമ്മുടെ ഒരു പ്രവൃത്തിയുടെ ഉദ്ദേശം എന്താണ്? നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ എന്തൊക്കെ പ്രവൃത്തികളാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്? ഇതൊക്കെ ആരാണ് അറിയുന്നത്? അത് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട്. ആ നമ്മുടെ കർമ്മങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾക്ക് ഭാവിയിലേക്ക് പോകേണ്ടി വരുന്നത് എന്നുള്ള കാര്യം 61-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്കത് വായിക്കാം. വായിച്ചതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. 61-ാമത്തെ ശ്ലോകം വായിച്ചോളൂ. വിവർത്തനം ഭാവാർത്ഥം വായിച്ചതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ വായിക്കാം. ഓക്കെ, രാധാമാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 61. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേർജുന തിഷ്ഠതി രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. വിവർത്തനം. അർജുന, പരമപുരുഷൻ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുകയും ഭൗതിക ശക്തിയാൽ നിർമ്മിതമായ യന്ത്രത്തിൽ എന്ന പോലെ സ്ഥിതി ചെയ്യുന്ന ജീവാത്മാക്കളുടെ ഭ്രമണത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഭാവാർത്ഥം. അർജുനൻ പരമജ്ഞാനിയല്ല. താൻ യുദ്ധം ചെയ്യണമോ വേണ്ടയോ എന്നത് അയാളുടെ പരിമിത ബുദ്ധിക്ക് പരിഹരിക്കാവുന്ന പ്രശ്നമല്ല. ഒരു വ്യക്തിക്കുള്ള കഴിവ് എത്രയോ ചുരുങ്ങിയതാണെന്ന് ഭഗവാൻ ഉപദേശിച്ചു കഴിഞ്ഞു. പരമപുരുഷനായ കൃഷ്ണൻ പരമാത്മരൂപേണ ജീവനെ നയിച്ചുകൊണ്ട് ഹൃദയത്തിൽ വാഴുന്നുണ്ട്. ശരീരം മാറുമ്പോൾ ജീവൻ പൂർവജന്മകർമ്മങ്ങൾ മറന്നുപോകും. എന്നാൽ ഭൂതഭാവി വിവർത്തമാനങ്ങളെ അറിയുന്ന പരമാത്മാവ് തൻ്റെ സർവകർമ്മങ്ങൾക്കും സാക്ഷിയായി നിലകൊള്ളുന്നു. അതുകൊണ്ട് സകല ജീവാത്മാക്കളുടെയും കർമ്മങ്ങളെ നിയന്ത്രിക്കുന്നത് പരമാത്മാവ് തന്നെ. പരമാത്മാവിൻ്റെ നിർദ്ദേശാനുസരണം ഭൗതിക ശക്തിയാൽ സൃഷ്ടിക്കപ്പെട്ട ദേഹത്താൽ
വഹിക്കപ്പെടുന്ന ജീവസത്തയ്ക്ക് താൻ അർഹിക്കുന്നത് തന്നെ ലഭിക്കും. ജീവൻ ഏതുതരം ശരീരത്തിൽ ഉൾപ്പെടുകയോ അതിൻ്റെ നിലയ്ക്കനുസൃതമായ വിധം പ്രവർത്തിക്കാൻ അവൻ നിർബന്ധിതനാണ്. ഉഗ്രവേഗതയുള്ള ഒരു കാറിൽ സഞ്ചരിക്കുന്നവൻ വേഗത കുറഞ്ഞ ഒന്നിൽ സഞ്ചരിക്കുന്നവനേക്കാൾ വേഗത്തിൽ പോകുന്നു. കാർ ഓടിക്കുന്ന വ്യക്തികൾ ഏതു തരക്കാരെന്നത് പ്രശ്നമല്ല. ഇക്കാര്യത്തിൽ ഓരോ ജീവസത്തയ്ക്കും അതിന് മാത്രം അനുയോജ്യമായ ഒരു ശരീരമാണ് പരമാത്മാവിൻ്റെ പ്രേരണ മൂലം പ്രകൃതി നൽകുന്നത്. ആ ജീവന്റെ ജന്മാന്തര തൃഷ്ണകൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയാണ് അതിൻ്റെ ഉദ്ദേശം. ജീവാത്മാവ് സ്വതന്ത്രനല്ല, താൻ ഭഗവാന് വിധേയനല്ല എന്ന് ആരും കരുതിപ്പോകരുത്. ഓരോ വ്യക്തിക്കും ഭഗവാനാണ് ആശ്രയം. കർത്തവ്യം സ്വയം കൃഷ്ണന് സമർപ്പിക്കലും. ഇത് അടുത്ത ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു രാധാമാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ ഭഗവാൻ വ്യക്തമാക്കുന്നത് ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്ന അനുഭവങ്ങൾ, ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ, ചിലപ്പോൾ നല്ല അനുഭവങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ സമ്മിശ്രമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. ഇതൊന്നും യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതല്ല എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അല്ലെ, ചിലപ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട് ഇതൊന്നും ഞാൻ അനുഭവിക്കേണ്ടതായിരുന്നില്ല, ഈ ദുഃഖങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഞാൻ അനുഭവിക്കേണ്ടതായിരുന്നില്ല, ആ വ്യക്തി കാരണമാണ് ഞാൻ ഇതൊക്കെ അനുഭവിക്കുന്നത്, വേറൊരാൾ കാരണമാണ് എനിക്ക് ഈ ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്. ദുഃഖം വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നത്, മറ്റൊരാൾ കാരണമാണ് എനിക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്. സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും സന്തോഷത്തിന്റെ കാരണം ഞാൻ തന്നെയാണ്, ഞാൻ സന്തോഷിക്കാൻ അവകാശിയാണ് എന്ന് നമ്മൾ വിചാരിക്കും. ദുഃഖം ഉണ്ടാകുന്ന സമയത്ത് അത് മറ്റാരെങ്കിലും കാരണം കൊണ്ടാണ് എനിക്ക് ദുഃഖം ഉണ്ടായിട്ടുള്ളത്, ഞാൻ ഇങ്ങനെയൊന്നും അനുഭവിക്കേണ്ട ആളല്ല എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷെ ഭഗവാൻ ഇവിടെ പറയുന്നു, ഇങ്ങനെയുള്ള ദുഃഖങ്ങളും സുഖങ്ങളും ഒന്നും യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതല്ല. നമ്മൾക്ക് അനുഭവിക്കേണ്ടാത്തതൊന്നും നമ്മൾ അനുഭവിക്കുന്നില്ല. നമ്മൾക്ക് കൃത്യമായിട്ട് അനുഭവിക്കേണ്ടത് മാത്രമേ നമ്മൾ അനുഭവിക്കുന്നുള്ളൂ. അപ്പൊ ആരാണ് അത് തീരുമാനിക്കുന്നത്? ആരാണ് നമ്മുടെ അനുഭവങ്ങളൊക്കെ തീരുമാനിക്കുന്നത്? അത് നമ്മുടെ ഹൃദയത്തിലുള്ള പരമാത്മാവാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഈശ്വര സർവഭൂതാന ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഒരു ജീവാത്മാവിന്റെ കൂടെ തന്നെ ആ ജീവാത്മാവിന്റെ പ്രവൃത്തികളൊക്കെ നോക്കിക്കണ്ടുകൊണ്ട് ഈശ്വരൻ പരമാത്മാവ് എല്ലായിടത്തും ജീവാത്മാവിന്റെ കൂടെ തന്നെയുണ്ട്, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തന്നെയുണ്ട്. എവിടെയാണ് പരമാത്മാവ് ഇരിക്കുന്നത്? അതിന്റെ സ്ഥാനം ഇവിടെ വ്യക്തമായിട്ട് പറയും. പരമാത്മാവ് കാലിലിരിക്കുന്നു, തലയിലിരിക്കുന്നു, കയ്യിലിരിക്കുന്നു, കണ്ണിലിരിക്കുന്നു എന്നൊന്നുമല്ല പറയുന്നത്. ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഇപ്പൊ ജീവാത്മാവും പരമാത്മാവും ഒരേ സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഒരേ വൃക്ഷത്തിലിരിക്കുന്ന രണ്ട് പക്ഷികളെ പോലെയാണ് ജീവാത്മാവും പരമാത്മാവും എന്ന് ശതശതര ഉപനിഷത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ശിലപ്രഭാതൻ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിരിക്കുന്നതും പരമാത്മാവ് ഇരിക്കുന്നതും ഒരേ സ്ഥലത്ത് തന്നെ അല്ല. അതുകൊണ്ടാണ് ഞാൻ എന്ന് പറയുന്ന സമയത്ത്, ഞാൻ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൈ, നമ്മുടെ വിരൽ നമ്മുടെ ഹൃദയഭാഗത്തേക്കാണ് പോകുന്നത്. കറക്റ്റായിട്ട് അവിടേക്ക് തന്നെ പോകും. ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തലയിലേക്കോ അല്ലെങ്കിൽ മൂക്കിലേക്കൊന്നും ചൂണ്ടുകയില്ല. ഞാൻ എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ കൈ പോകുന്നത് നമ്മൾ ഇരിക്കുന്ന ഹൃദയത്തിന്റെ പോയിന്റിലേക്ക് തന്നെയാണ്. നമ്മൾ ഞാൻ എന്ന് പറഞ്ഞ് നമ്മൾ ചൂണ്ടിക്കാണിക്കും അല്ലെ. അപ്പൊ നമ്മൾക്കറിയാം നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്, ജീവാത്മാവ് എവിടെയാണ് ഇരിക്കുന്നത്, അവിടെ തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ് പരമാത്മാവും ഇരിക്കുന്നത്. രണ്ടുപേരും അടുത്തടുത്താണ് ഇരിക്കുന്നത്. ഈശ്വര സർവഭൂതാനം, അത് മനുഷ്യരുടെ ശരീരത്തിൽ മാത്രമല്ല, സർവഭൂതാനം എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ള ജീവികളോട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭഗവാനെയും ബാധിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ മറ്റൊരു ജീവിയുടെ ശരീരം ഇല്ലാതാക്കുന്ന സമയത്ത്, മറ്റൊരു ജീവിയെ കൊല്ലുന്ന സമയത്ത് അതിന്റെ അനുഭവം ആർക്കും ഉണ്ടാകുന്നുണ്ട്? അതേ ഹൃദയത്തിൽ ഭഗവാനും ഇരിക്കുന്നുണ്ട്. ആ ഭഗവാനെയും നമ്മൾ ഉപദ്രവിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇതെല്ലാം എല്ലാറ്റിനും സാക്ഷിയായിട്ട് ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ട് എന്നാണ്.
ഒരു വ്യക്തിയുടെ എല്ലാ കർമ്മങ്ങളും ഭഗവാൻ അറിയാൻ സാധിക്കും. നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുള്ളതും ഈ ജന്മത്തിൽ ചെയ്തിട്ടുള്ളതും പൂർവികമായിട്ടുള്ള കോടാനുകോടി ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ളതെല്ലാം ഭഗവാന് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ആ കർമ്മങ്ങൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും നമ്മുടെ ഉദ്ദേശങ്ങൾക്കും കർമ്മം ചെയ്യുമ്പോഴുള്ള ഉദ്ദേശങ്ങൾക്കും അനുസരിച്ചാണ് നമ്മൾക്ക് പുതിയ പുതിയ ശരീരങ്ങൾ കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് ജീവിതത്തിൽ പുതിയ പുതിയ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതിന് ഈശ്വരന്റെ നിർദ്ദേശമുണ്ട് എന്നാണ് ഇവിടെ ഭഗവാൻ വ്യക്തമാണ്. ബ്രാഹ്മയൻ സർവഭൂതാന യന്ത്രാരൂഢാനി മായയാണ്. ആ മായ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ശരീരത്തിൽ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഒരു ജീവാത്മാവ് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നത്. അതൊന്നും യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല, അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെ ഉപദ്രവിക്കുന്നതല്ല. നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിന് വ്യക്തമായിട്ടുള്ള നിർദ്ദേശമുണ്ട്, ഭഗവാന്റെ ആജ്ഞയുണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. യാദൃശ്ചികമായിട്ടല്ല സംഭവിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളോട് ചെയ്തത് കൊണ്ടല്ല അത് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. അത് നമ്മൾ അനുഭവിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് എപ്പോഴാണ് വിടുതൽ നേടാൻ സാധിക്കുന്നത്, എപ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുന്നത്? അത് ഭഗവാൻ നേരത്തെ തന്നെ പറഞ്ഞു തന്നു. പ്രസാദാത് തരിഷ്യസി. ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാൻ അനുകൂലമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. ആ ഭഗവാന്റെ അനുഗ്രഹത്താൽ നമ്മൾക്ക് ആ കർമ്മ ബന്ധനത്തിന്റെ ചങ്ങലയിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ നടക്കുന്നതെല്ലാം വളരെ കൃത്യമായിട്ട് നിയമം അനുസരിച്ച് തന്നെയാണ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കണം. ഭഗവാനെ ശരണം പ്രാപിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഈ ദുരിതങ്ങളിൽ നിന്ന് എല്ലാം, ഭൗതിക ലോകത്തിൽ മിക്കവാറും എല്ലാവരും അനുഭവിക്കുന്നത് ദുഃഖങ്ങളാണ്. ഇവിടെ ആനന്ദം അനുഭവിക്കുന്നു എന്ന് ആർക്കും പറയാൻ സാധിക്കുകയില്ല. ദുഃഖങ്ങളാണ് ഓരോ ദിവസം നമ്മൾ കൂടുതൽ പ്രശ്നങ്ങളാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്, നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. കൂടുതൽ ദുരിതങ്ങളാണ്. കുറച്ച് സന്തോഷം നമ്മൾക്ക് തോന്നുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് മുക്തി നേടണമെങ്കിൽ ആ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കണമെന്നാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. തമേവ ശരണം വെച്ച സർവഭാവേന ഭാരത തത് പ്രസാദാത് പരാംശാന്തി സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. അതുകൊണ്ട് ഭഗവാൻ ആവർത്തിച്ച് പറയുകയാണ്, തമേവ ശരണം വെച്ച, ആ പരമകൃഷ്ണനായിട്ടുള്ള ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കണം. 62ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നമുക്ക് 62ാമത്തെ ശ്ലോകം കൂടി വായിക്കാം. വിവർത്തനം ഭഗവാനത്ത് വായിച്ചോളും, അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. ആരാണ് വായിക്കുന്നത്? ഏതാണ് ഗുരുജി? ഏതാണ് ശ്ലോകം? 62ാമത്തെ ശ്ലോകം, 18ാമത്തെ അധ്യായത്തിൽ 62ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത് പ്രസാദത് പരാം ശാന്തി സ്ഥാനം പ്രാപ്യസി ശാശ്വതം. ഹേ ഭാരത, ആ പരമപുരുഷന് ആത്മാർപ്പണം ചെയ്യൂ. അവിടുത്തെ പ്രസാദം കൊണ്ട് നീ പരമമായ ശാന്തി നേടും, ശാശ്വതമായ പരമപദം പ്രാപിക്കും. ഭാവാർത്ഥം: ജീവാത്മാവ് സർവഭൂത ഹൃദയസ്ഥനായ പരമദിവ്യോത്തമ പുരുഷന് സ്വയം സമർപ്പിക്കണം. അത് ഭൗതിക ജീവിതത്തിലെ സകല ക്ലേശങ്ങളിൽ നിന്നും ജീവാത്മാവിനെ മോചിപ്പിക്കും. അപ്രകാരമുള്ള സമർപ്പണം വിവിധ ജീവിത ക്ലേശങ്ങളിൽ നിന്ന് ജീവാത്മാവിനെ മുക്തനാക്കുമെന്ന് മാത്രമല്ല, ജീവിതാവസാനത്തിൽ ഭഗവത് ധാമത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതീന്ദ്രിയ ലോകം വേദങ്ങളിൽ തദ്വിഷ്ണു പരമപദം എന്നാണ് ഋഗ്വേദത്തിൽ വിവരിക്കപ്പെടുന്നത്. സൃഷ്ടിജാലം മുഴുവനും ഈശ്വരന്റേതാകയാൽ ഭൗതികമായതെന്തും യഥാർത്ഥത്തിൽ ആത്മീയം തന്നെ. എന്നാൽ ഇവിടെ പറയുന്ന പരമപദം പരവ്യോമമെന്നും വൈകുണ്ഠമെന്നും വിളിക്കുന്ന ശാശ്വത ലോകമത്രേ. ഭഗവത്ഗീതയിലെ 15ാം അധ്യായത്തിൽ സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ
എന്ന് പറയുന്നു. ഭഗവാൻ സർവഹൃദയങ്ങളിലും കുടികൊള്ളുന്നുണ്ട്. ഹൃദയസ്ഥനായ പരമാത്മാവിനെ സ്വയം സമർപ്പിക്കണമെന്ന് പറയുന്നതിന്റെ അർത്ഥം പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനെ ആത്മാർപ്പണം ചെയ്യണമെന്നാണ്. അർജുനൻ കൃഷ്ണനെ പരമപുരുഷനായി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പരംബ്രഹ്മ പരന്ധാമ എന്ന ഭഗവത്ഗീതയുടെ 10-ാം അധ്യായത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പരമദിവ്യോത്തമ പുരുഷനും ജീവാത്മാക്കളുടെ പരമധാമവുമായി അർജുനൻ കൃഷ്ണനെ അംഗീകരിച്ചു. സ്വാനുഭവം മുൻനിർത്തിക്കൊണ്ട് മാത്രമല്ല, നാരദൻ, അസിതൻ, ദേവലൻ, വ്യാസൻ എന്നീ പ്രാമാണികരുടെ സൂക്തങ്ങളെ ഉദാഹരിച്ചുകൊണ്ടുമാണ്. ഹരേ കൃഷ്ണ ഗുരുജി. ഹരേ കൃഷ്ണ ഗുരുജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഭൗതിക ലോകത്തിൽ ഒരു ജീവൻ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾക്ക് മനസ്സമാധാനമില്ലാത്തത്? എന്തുകൊണ്ടാണ് ശാന്തി ലഭിക്കാത്തത് എന്നതിന്റെ കാരണം ഇവിടെ ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരു ജീവാത്മാവ് ഭഗവാനെ ശരണം പ്രാപിച്ചുകൊണ്ട് ഭഗവാന് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് മാത്രമാണ് ജീവാത്മാവിന് യഥാർത്ഥ ശാന്തിയും സമാധാനം അനുഭവിക്കാൻ സാധിക്കുന്നത്. ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാതെ, ഭഗവാനെ അംഗീകരിക്കാതെ, ഭഗവാന് അനുകൂലമായി പ്രവർത്തിക്കാതെ, ഭഗവാന്റെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ജീവാത്മാവിന് മനസ്സമാധാനം, സുഖം, സന്തോഷം, ശാന്തി ഇതൊന്നും ഒരിക്കലും അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് അർജുനൻ നിർദ്ദേശിച്ചു, തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത. എല്ലാവിധത്തിലും ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാന് തന്നെ ശരണം പ്രാപിക്കണം. അങ്ങനെ ശരണം പ്രാപിച്ചാൽ എന്താണ്? പ്രസാദാത് പരാം ശാന്തി സ്ഥാനം പ്രാപിച്ചി ശാശ്വതം. ഈ ലോകത്തിൽ നമ്മൾക്ക് സമാധാനത്തോട് ജീവിക്കാൻ സാധിക്കും. ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും സമബുദ്ധിയോടുകൂടി, അതെല്ലാം ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ്, ഭഗവാൻ അറിഞ്ഞുകൊണ്ടാണ് സംഭവിക്കുന്നത്, അത് സംഭവിക്കേണ്ടത് തന്നെയാണ് എന്നുള്ള ബോധ്യത്തിൽ നമുക്ക് ഇരിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. മറ്റുള്ളവരെന്നോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. പക്ഷെ എല്ലാം ഭഗവാന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് സംഭവിക്കുന്നത്. അത് ഞാൻ പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ള സുബോധത്തിൽ നമ്മൾക്ക് ഇരിക്കാൻ സാധിക്കും. അങ്ങനെ ഈ ലോകത്തിൽ സമാധാനപരമായിട്ട് ജീവിക്കാം. പിന്നെ എന്ത് സംഭവിക്കും? പ്രസാദാത് പരാം ശാന്തി സ്ഥാനം പ്രാപിച്ചി ശാശ്വതം. മാത്രമല്ല തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് നമുക്ക് പോകാനും സാധിക്കും എന്നാണ് പറയുന്നത്. അല്ല, എന്തുകൊണ്ടാണ് നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കാത്തത്? നമ്മൾ ഭഗവാനെ അംഗീകരിക്കുന്നില്ല, ഭഗവാൻ അനുകൂലമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നില്ല, ഭഗവാൻ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. അങ്ങനെയുള്ള ജീവാത്മാക്കളാണ് ഈ ഭൗതിക ലോകത്തിൽ നിറച്ചുമുള്ളത്. എപ്പോഴാണ് നമ്മൾ ഭഗവാനെ അംഗീകരിക്കുന്നത്, ഭഗവാനെ ശരണം പ്രാപിക്കുന്നത്, ഭഗവാൻ അനുകൂലമായിട്ട് ഭഗവാനെ തൃപ്തിയാകുന്ന രീതിയിൽ മാത്രം പ്രവർത്തിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമല്ല, എല്ലാവർക്കും അംഗീകരിക്കാനും ബുദ്ധിമുട്ടാണ്. കാരണം ഭൗതിക ലോകത്തിൽ എല്ലാവരും ഭഗവാനുമായിട്ട് വേറിട്ട് നിൽക്കാൻ താല്പര്യമുള്ള ആളുകളാണ്, ഭഗവാനെ അംഗീകരിക്കാത്ത ആളുകളാണ്. ഈ ഭൗതിക ലോകത്തിലേക്ക് വന്നിട്ടുള്ള എല്ലാവരും ഭഗവാനെ അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിക്കണം, ഭഗവാന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കണം, ഭഗവാനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് അത് അംഗീകരിക്കാൻ അവർക്ക് വലിയ താല്പര്യമില്ല. ഇത് സ്വീകരിക്കുന്നത് വലിയ കാര്യമാണ് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. എല്ലാവർക്കും ഇത് മനസ്സിലാകുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യതരം മയ വിമർശേത അശേഷേണ യഥേച്ഛസി തഥാതു. ഇത് വലിയ രഹസ്യമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ദുരിതങ്ങളും ഇല്ലാതാകും എന്ന് വിശ്വസിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. ഭഗവാൻ അതിന് സാധിക്കും എന്ന് ബോധ്യപ്പെടുന്നത് തന്നെ വലിയ കാര്യമാണ്.
അല്ലെ? കാരണം ഭഗവാന്റെ സ്ഥാനം, ഭഗവാന്റെ ശക്തിയൊക്കെ മറന്നിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. എങ്ങനെയാണ് ഭഗവാൻ എന്നുള്ള ഒരു വ്യക്തി വിചാരിച്ചു കഴിഞ്ഞാൽ എന്റെ എല്ലാ ദുരിതങ്ങളും ഇല്ലാതാകുന്നത്? ഞാൻ ശരണം പ്രാപിച്ചു എന്ന് ഭഗവാൻ എങ്ങനെയാണ് മനസ്സിലാകുന്നത്? ഇതെങ്ങനെയാണ് ഭഗവാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നൊക്കെ പല പല സംശയങ്ങളുണ്ടാകും. ഭഗവാനും നമ്മളെ പോലെ ഒരു വ്യക്തിയല്ലേ? ഭഗവാനും ഈ ലോകത്തിൽ ജനിച്ച് ജീവിച്ച ഒരു വ്യക്തിയല്ലേ എന്നൊക്കെ പലവിധ സംശയങ്ങൾ ഒരുപാട് ജന്മങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷമാണ് ആ സംശയങ്ങളൊക്കെ ഇല്ലാതായി ഭഗവാനിൽ വിശ്വാസം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത് വളരെ രഹസ്യമാണ്. ഭക്തന്മാർക്ക് ഇത് വളരെ എളുപ്പമായിട്ട് തോന്നും. ഭഗവാനെ ശരണം പ്രാപിച്ചാൽ മതിയല്ലോ, അതിനെന്താണ് കുഴപ്പം? ഞങ്ങൾ ഭഗവാനെ ശരണം പ്രാപിക്കാം, ഭഗവാന്റെ നാമം ജപിക്കാം, ഭഗവാനെ കീർത്തിക്കാം, ഭഗവാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം എന്ന് ഭക്തന്മാർ വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കും. പക്ഷെ അതെല്ലാവർക്കും ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഒരുപാട് ജന്മത്തിലെ പുണ്യത്തിന്റെ ഫലമായിട്ട് എല്ലാ പാപങ്ങളും തീരുന്ന സമയത്താണ് ഭഗവാനെ ഒരു വ്യക്തിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നത്. യേശാം ദ്വന്ദ്കഥം പാപം ജനാനാം പുണ്യകർമ്മണ തേ ദ്വന്ദ്മോഹം നിർമ്മിക്കുന്ന ഭജന്തേ മാം ദൃഢവ്രത. ആരെങ്കിലും ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ച് ദൃഢവ്രതരായിട്ട് എല്ലാ സാഹചര്യത്തിലും സുഖത്തിലും ദുഃഖത്തിലും മാറ്റമില്ലാതെ ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവരുടെ പൂർവ്വ ജന്മ പാപങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് എന്ന്. അതുകൊണ്ടാണ് ഭഗവാൻ അവർക്ക് നിരന്തരമായിട്ട് ബുദ്ധി നൽകുന്നത്. ഭഗവാന്റെ സേവനത്തിൽ തന്നെ പിടിച്ചു നിൽക്കാനുള്ള ബുദ്ധി അവർക്ക് ഭഗവാൻ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ എല്ലാവിധ പാപങ്ങളും തീർന്നിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് ഏത് സാഹചര്യത്തിലും സുഖത്തിലും ദുഃഖത്തിലും ഭഗവാന്റെ ശരണത്തിൽ നിൽക്കാൻ സാധിക്കും, ദൃഢവ്രതരായിട്ട് നിൽക്കാൻ സാധിക്കും. അങ്ങനെ നിരന്തരമായിട്ട് ഭഗവാന്റെ ഭക്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവരുടെ പാപങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് എന്നാണ്. ഒരുപാട് ജന്മങ്ങളിലൂടെ അവര് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഭഗവാനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ അവർ തയ്യാറാണ്. അതുകൊണ്ട് അവരുടെ പാപങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഭഗവാനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഭഗവാന്റെ വാക്കുകൾ അങ്ങനെയുള്ള ഭക്തന്മാർ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. ഇതെല്ലാവരും അംഗീകരിക്കുമെന്ന് ആർക്കും ഭഗവാൻ തന്നെ പറയുന്നില്ല. ഭഗവാന്റെ ഈ വാക്കുകൾ എല്ലാവരും അംഗീകരിക്കുമെന്ന് ഭഗവാൻ തന്നെ പറയുന്നില്ല. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഇതിന്റെ ജ്ഞാനമാഖ്യാതം ഗുഹ്യതരമയ. ഇത് ഏറ്റവും രഹസ്യമാണ്, എല്ലാവർക്കും മനസ്സിലാക്കി അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ആ ശ്ലോകം കൂടി വായിക്കാം. 63-ാമത്തെ ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ബുദ്ധി വായിച്ചോട്ടെ. ഹരേ കൃഷ്ണ. നളിനകുമാരി മാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇതി തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാദ്ഗുഹ്യതരം മയാ വിമൃച്യ ഏതദ് അശേഷേണ യഥേച്ഛസി തഥാ കുരു. ഇപ്രകാരം ഇപ്രകാരം അതിരഹസ്യമായ ജ്ഞാനമാണ് ഞാൻ നിനക്ക് വിവരിച്ചു തന്നത്. ഇത് സമഗ്രമായി ആലോചിച്ച ശേഷം ഹിതമെന്ന് തോന്നുന്നത് എന്തോ അത് ചെയ്യുക. ഭാവാർത്ഥം: ബ്രഹ്മഭൂതാവസ്ഥയെ കുറിച്ചുള്ള ജ്ഞാനം ഭഗവാൻ അർജുനന് നൽകിക്കഴിഞ്ഞു. ഈ അവസ്ഥയിലെത്തിയ ഒരാൾ ആനന്ദഭരിതനായിരിക്കും. അയാൾക്ക് ആവലാതികളില്ല, ആഗ്രഹങ്ങളുമില്ല. അത് രഹസ്യജ്ഞാനം നേടിയ മൂലമാണ്. പരമാത്മാവിനെ കുറിച്ചും കൃഷ്ണൻ പറയുന്നു, ഇതും ബ്രഹ്മജ്ഞാനം തന്നെ, എന്നാൽ ഇത് കുറെ കൂടി ഉത്കൃഷ്ടമായതാണ്. യഥേച്ഛസി തഥാ കുരു, ഹിതമെന്ന് തോന്നുന്നത് ചെയ്യുക എന്ന വാക്കുകൾ ജീവാത്മാവിനുള്ള അല്പമാത്രമായ സ്വാതന്ത്ര്യത്തിൽ ഈശ്വരൻ ഇടപെടില്ലെന്ന് ധ്വനിപ്പിക്കുന്നു. തന്റെ ജീവിതത്തെ ഒരാൾക്ക് എത്രമാത്രം ഉത്കൃഷ്ടമാക്കാമെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഹൃദയസ്ഥനായ പരമാത്മാവിന് സ്വയം അർപ്പിക്കുക എന്ന നിർദ്ദേശമാണ് അർജുനന് നൽകപ്പെട്ട ഉപദേശങ്ങളിൽ വെച്ച് ഉത്തമം. ശരിയായ വിവേകത്തോടെ പരമാത്മാവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ ഒരാൾ തയ്യാറാവണം. ഇത് നിരന്തരം കൃഷ്ണാവബോധം പുലർത്തി മനുഷ്യജീവിതത്തിന്റെ പരമവും അന്യൂനവുമായ സ്ഥിതിയിലെത്താൻ സഹായിക്കുന്നു. ഭഗവാൻ നേരിട്ട് തന്നെ അർജുനനോട് യുദ്ധം ചെയ്യാൻ ഉപദേശിക്കുന്നു. പരമദിവ്യോത്തമ പുരുഷന് സ്വയം സമർപ്പിക്കുക എന്നത് ജീവാത്മാവിന്റെ നന്മയ്ക്കായി തന്നെയാണ്, ഭഗവാന്റെ മേന്മയ്ക്ക് വേണ്ടിയല്ല. അത് സമർപ്പണത്തിന് മുമ്പ് ഈ വിഷയത്തെ പറ്റി തന്റെ ബുദ്ധിശക്തിക്ക് ആവുന്നിടത്തോളം ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഭഗവത് നിർദ്ദേശം സ്വീകരിക്കേണ്ടുന്ന ഉത്തമമായ മാർഗം അതാണ്.
കൃഷ്ണന്റെ പ്രതിനിധിയും വിശ്വാസിനുമായ ആധ്യാത്മിക ആചാര്യനിൽ നിന്നും അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കും. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു നളിന കുമാരി മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ തന്നെ പറയുന്നു, ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഈ നിർദ്ദേശങ്ങൾ വളരെ രഹസ്യമാണ്, ഭക്തന്മാർക്ക് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അർജുനൻ ഭഗവാൻ വളരെ ഇഷ്ടപ്പെട്ട ഭക്തനായതുകൊണ്ടാണ് ഈ കാര്യമൊക്കെ ഭഗവാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. കാരണം എല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. എന്താണ് സാധിക്കാത്തത്? ഭഗവാൻ ശ്രീകൃഷ്ണനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദുരിതങ്ങളും ഇല്ലാതാകും, തിരിച്ചു ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. പക്ഷെ അർജുനൻ അത് പറഞ്ഞു കൊടുത്തു. അർജുനൻ ഭഗവാന്റെ ഭക്തനായതുകൊണ്ട് അത് പറഞ്ഞു കൊടുത്തു. ഇതിതേ ജ്ഞാനമാഖ്യാതം, ഇതുവരെ പറഞ്ഞിട്ടുള്ള ഈ ജ്ഞാനമെല്ലാം ആഖ്യാതം, ഭഗവാൻ പറഞ്ഞിട്ടുള്ള ജ്ഞാനമെല്ലാം എന്താണ്? ഗുഹ്യതരം മയാ. ഗുഹ്യതരം, ഗുഹ്യങ്ങളിൽ വെച്ച് ഗുഹ്യം, രഹസ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ രഹസ്യമാണ് എന്ത്? ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നുള്ളത്. വേദങ്ങളിൽ പോലും നേരിട്ട് പല സമയത്ത് നമുക്കിത് കാണാൻ സാധിക്കുകയില്ല. വേദങ്ങളിൽ ആദ്യം പറയുന്നത് നല്ല നന്മ, പുണ്യകർമ്മങ്ങൾ ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരങ്ങളൊക്കെ ചെയ്യുക, അല്ലെ? കിണർ ഒഴിക്കുക, കുളം ഒഴിക്കുക, മറ്റുള്ളവർക്ക് അന്നദാനം ചെയ്യുക, ഇങ്ങനെയുള്ള പുണ്യപ്രവൃത്തികളൊക്കെയാണ് പറയുന്നത്. അതിനുശേഷമാണ് യജ്ഞങ്ങളൊക്കെ പറയുന്നത്, യജ്ഞകർമ്മങ്ങൾ ചെയ്യുക. പിന്നീട് ജ്ഞാനമാർജിക്കുക, ഭഗവാനെ കുറിച്ചുള്ള, ഈശ്വരനെ കുറിച്ചുള്ള ജ്ഞാനമാർജിക്കുക. പിന്നീട് ധ്യാനിക്കുക, പ്രാണായാമം ചെയ്യുക, യോഗ ചെയ്യുക. ഇങ്ങനെയുള്ള വ്യത്യസ്ത മാർഗങ്ങളാണ് വേദങ്ങളുടെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൽ ഭഗവാൻ നേരിട്ട് പറയുന്നത് ഏറ്റവും രഹസ്യമായിട്ടുള്ള ജ്ഞാനമാണ്. അതൊന്നും നമ്മൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും, വേദങ്ങൾ നിർദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും എന്തുമാത്രം ചെയ്താൽ മതി? ഭഗവാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ നിർദ്ദേശം മാത്രം പാലിച്ചാൽ മതി. എല്ലാ വേദനിർദ്ദേശവും പാലിക്കുന്നതിന്റെ ഗുണം നമ്മൾക്ക് ലഭിക്കും. എന്താണ് നിർദ്ദേശം? തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരം. ഭഗവാൻ ശ്രീകൃഷ്ണനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കുക, ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുക. ഇതാണ് ഏറ്റവും രഹസ്യമായിട്ടുള്ള ജ്ഞാനം. ഇത് വളരെ രഹസ്യമാണ്. ഗുഹ്യതരം മയാ. അപ്പോൾ നമ്മൾക്ക് കുറച്ച് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ ഒരു നിർദ്ദേശം പാലിക്കണോ വേണ്ടയോ എന്ന് നമ്മൾക്ക് എത്ര വേണമെങ്കിലും ചിന്തിക്കാം. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച്, നമ്മുടെ യുക്തി ഉപയോഗിച്ച് ഇതിന്റെ ലാഭനഷ്ടങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാം. ഭഗവാനെ ശരണം പ്രാപിച്ചാൽ നല്ലതാണോ, അല്ലെങ്കിൽ മോശമാണോ? എനിക്ക് നന്മയുണ്ടാകുമോ, അല്ലെങ്കിൽ എനിക്ക് ദോഷമുണ്ടാകുമോ? ഇതൊക്കെ നമുക്ക് ആവുന്നിടത്തോളം ചിന്തിക്കാം. നമ്മുടെ ബുദ്ധിയുടെ ശക്തി ഉപയോഗിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ചിന്തിക്കാം. അങ്ങനെ ചിന്തിച്ചതിന് ശേഷം തീരുമാനിച്ചാൽ മതി എന്നാണ് ഭഗവാൻ പറയുന്നത്. വിമർശേത് അശേഷേണ. ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ചിന്തിക്കുക. ആ ചിന്തിച്ചതിന് ശേഷം നമ്മൾ തീരുമാനമെടുത്താൽ മതി. എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നമ്മൾക്ക് ഭഗവാൻ തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഭഗവാൻ നമ്മളെ എപ്പോഴും വ്യക്തികളായിട്ട് കണക്കാക്കുന്നു. നമ്മുടെ വ്യക്തിത്വത്തിൽ ഭഗവാൻ ഒരിക്കലും ഇടപെടുന്നില്ല. നിർബന്ധമായിട്ടും അത് ചെയ്യണം, അത് ചെയ്തേ തീരും എന്ന് ഏറ്റവും അടുത്ത ഭക്തന്മാരോട് ചിലപ്പോൾ ഭഗവാൻ അങ്ങനെ നിർബന്ധപൂർവം പറയും. അല്ലെ, അത് സ്നേഹം കൊണ്ട് പറയുന്നതാണ്. പക്ഷെ ഒഫീഷ്യലായിട്ട് ഭഗവാൻ അങ്ങനെ പറയുന്നില്ല. ഭഗവാനെ ശരണം പ്രാപിക്കണോ വേണ്ടോ എന്നുള്ളത് ജീവന്റെ സ്വാതന്ത്ര്യമാണ്. അത് ജീവന് തീരുമാനിക്കാം. ജീവൻ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനിച്ച് ചെയ്യണം. അതാണ് ഭഗവാന്റെ ആഗ്രഹം, അല്ലെ? ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നുള്ളത് ജീവന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് ആര് മുൻകൈ എടുത്ത് ചെയ്യണമെന്നാണ് ഭഗവാൻ വിചാരിക്കുന്നത്? ജീവൻ തന്നെ മുൻകൈ എടുപ്പിച്ചു. ഭഗവാന്റെ നിർബന്ധ ബുദ്ധി കൊണ്ട് അത് നടന്നു കഴിഞ്ഞാൽ അത് സ്നേഹപൂർവമാകുന്നില്ല. പൂർണ്ണമായിട്ട് സമ്മതത്തോടു കൂടി ആകണമെന്നില്ല, ഇഷ്ടത്തോടു കൂടി ആകണമെന്നില്ല. പക്ഷെ ഭഗവാനെ ശരണം പ്രാപിക്കേണ്ടത്, ഭഗവാനോട് ഒരു വ്യക്തി അടുക്കേണ്ടത് പ്രേമപൂർവമായിരിക്കണം,
സ്നേഹപൂർവമായിരിക്കണം എന്നാണ് ഭഗവാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഭഗവാന് കൊടുക്കുന്ന അർപ്പണങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? പത്രം പുഷ്പം ഫലം യോമേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്തിഭാരതം അസ്നാമി. ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി എനിക്ക് എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ, ഇലയോ പൂവോ കായോ ഒക്കെ തന്നു കഴിഞ്ഞാൽ ഞാനത് സ്നേഹപൂർവ്വം സ്വീകരിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഭഗവാനുമായിട്ടുള്ള ബന്ധം ആ സ്നേഹത്തിൽ, പ്രേമത്തിൽ അധിഷ്ഠിതമായിരിക്കണമെന്നാണ് ഭഗവാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഒരു അടിമകളോട് പെരുമാറുന്നത് പോലെ നിർബന്ധപൂർവം നീ അത് ചെയ്യണം എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നില്ല. നിനക്ക് ചിന്തിക്കാം, ചിന്തിച്ച് എന്താണ് ഇഷ്ടം, എന്താണ് തീരുമാനം, അതിനനുസരിച്ച് പ്രവർത്തിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം ജീവാത്മാവിനുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ ഒരിക്കലും ഭഗവാൻ കൈകടത്തുന്നില്ല എന്നാണ് പറയുന്നത്. അത് ജീവന്റെ സ്വാതന്ത്ര്യമാണ്. അതിനുശേഷമാണ് ഭഗവാൻ പറയുന്നത് യഥേച്ഛസി തഥാകുരു. ഒന്നുകിൽ ഭഗവാനെ ശരണം പ്രാപിക്കാം, അല്ലെങ്കിൽ ഭഗവാനെ ശരണം പ്രാപിക്കാതെ ഈ പ്രകൃതി നിയമങ്ങളൊക്കെ അനുസരിച്ച് അങ്ങനെ പ്രകൃതിയിൽ തന്നെ കഴിയാം. ഇതാണ് ജീവന്റെ സ്വാതന്ത്ര്യം. ഒന്നുകിൽ ജീവന് പ്രകൃതിയിൽ തന്നെ കഴിയാം, അല്ലെങ്കിൽ ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാനെ സേവിക്കാൻ വേണ്ടി തിരിച്ച് ആത്മീയ ലോകത്തിലേക്ക് പോകാം. ഈ തീരുമാനമെടുക്കുന്നത് ആരാണ്? ഈ തീരുമാനമെടുക്കുന്നത് ജീവനാണ്. അതിൽ ഭഗവാൻ ഒരിക്കലും കൈകടത്തുന്നില്ല, നിർബന്ധിക്കുന്നില്ല. പ്രകൃതിയിൽ തന്നെ കിടക്കണമെന്നാണ് ഒരു ജീവൻ വാശി പിടിക്കുന്നതെങ്കിൽ അവന് പ്രകൃതിയിൽ തന്നെ കിടക്കാം. പക്ഷേ ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകണം എന്നാണ് ആഗ്രഹമെങ്കിൽ ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാം. ആ ഒരു സ്വാതന്ത്ര്യം, ഭഗവാനെ ശരണം പ്രാപിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ജീവാത്മാവിനുള്ളത്. ഒന്നുകിൽ ഭഗവാനെ സേവിക്കാം, അല്ലെങ്കിൽ ഭഗവാനെ സേവിക്കാതെ മായയെ, ഈ പ്രകൃതിയെ സേവിക്കാം. അതിലേതെങ്കിലും ഒന്ന് ചെയ്യാം. ഈ ഒരു ചോയ്സ് ആണ് നമ്മൾക്ക് ഒരു ജീവനുള്ളത്. അല്ലാതെ ഈ ശ്ലോകം വായിച്ചിട്ട് എല്ലാവരും പറയും ഭഗവത്ഗീതയിൽ ഭഗവാൻ എന്താണ് പറഞ്ഞത്? യഥേച്ഛസി തഥാകുരു. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്യും അല്ല, അത് മാത്രം എടുക്കും. യഥേച്ഛസി തഥാകുരു, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയല്ല, അങ്ങനെ ഒരിക്കലും നമ്മൾക്ക് സ്വാതന്ത്ര്യമില്ല. നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു, ഭഗവാന്റെ വാക്കുകൾ അനുസരിച്ചില്ലെങ്കിൽ വിനശ്യസി, നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഈ ഭൗതിക ലോകത്തിൽ തന്നെ ദുരിതം അനുഭവിക്കേണ്ടി വരും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ഉദ്ദേശവും എന്ത് തന്നെയാണ്? ഭഗവാനെ ശരണം പ്രാപിച്ച് ആ ജീവന് ഉയർച്ച ഉണ്ടാകണം, മോക്ഷം ഉണ്ടാകണം, ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഭഗവാനും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാന്റെ ധാമത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. അവിടേക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ചെങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവക യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമമ. എനിക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ പറയാൻ കാരണം എന്താണ്? അങ്ങോട്ട് വരണം എന്നാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ നിർബന്ധ ബുദ്ധി കൊണ്ട് ഒരു ജീവാത്മാവിനെ നിർബന്ധം ചെലുത്തി കൊണ്ടുപോകാൻ ഭഗവാന് സാധിക്കുന്നില്ല. കാരണം എന്താണ്? ഒരു ജീവനാണ്, അതൊരു വ്യക്തിയാണ്. പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് വ്യക്തിയാണ്. അതുകൊണ്ട് നിർബന്ധപൂർവം ഭഗവാൻ ഒരു ജീവാത്മാവിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ കൊണ്ടുപോയത് കൊണ്ടും കാര്യമില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഭഗവാന്റെ സേവനം ചെയ്യുന്നില്ലെങ്കിൽ, പിന്നെ അതിന് താല്പര്യമില്ലെങ്കിൽ, അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളൊന്നും എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ എത്തിയിട്ടെന്താണ് കാര്യം? അതുകൊണ്ട് ഈ ഒരു തീരുമാനം നീ തന്നെ എടുക്കണം എന്നാണ് അർജുനോട് ഭഗവാൻ പറയുന്നത്. വിമർശേത അശേഷേണ യഥേച്ഛസി തഥാകുരു. ഒന്നുകിൽ ഭഗവാനെ ശരണം പ്രാപിക്കാം, അല്ലെങ്കിൽ ഭഗവാന്റെ വാക്കുകളിൽ വിശ്വാസമില്ലാതെ, ഭഗവാൻ പറയുന്നത് കേൾക്കാതെ ഈ പ്രകൃതിയിൽ തന്നെ ജീവിക്കും. ഇതാണ് ജീവാത്മാവിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇത്ര മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ. അല്ലാതെ ഭഗവാൻ ഒരിക്കലും പറയുന്നില്ല യഥേച്ഛസി തഥാകുരു, നിനക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ പ്രവർത്തിക്കാം, അവസാനം നീ എന്റെ അടുത്തേക്ക് വരും. അങ്ങനെ പറയുന്നില്ല. ഭഗവാൻ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ നീ നശിച്ചു പോകും എന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. യെസ്. ഇനി ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യം, ഭഗവത്ഗീതയിലെ ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യം
നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി ഭഗവാൻ ആ ഒരു ശ്ലോകം, എന്താണ് ഭഗവത്ഗീതയിലെ ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യം, എന്താണ് ഭഗവത്ഗീത മുഴുവൻ ഉപദേശിച്ചതിലൂടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത്, ഓരോ ജീവാത്മാവ് എന്ത് ചെയ്യണമെന്നാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് എന്നൊരൊറ്റ ശ്ലോകത്തിൽ ഭഗവാൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അതാണ് ഏറ്റവും രഹസ്യം എന്ന് ഇവിടെ ഭഗവാൻ എടുത്തു പറയുന്നത്. സർവഗുഹ്യതമം ഭൂയ, ഏറ്റവും ഗുഹ്യതമം, അതിനേക്കാൾ രഹസ്യമായിട്ടൊന്നുമില്ല. ശൃണുമേ പരമം വച, അത് കേൾക്കും. ഞാൻ ഏറ്റവും രഹസ്യമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തരാം. ഇതുവരെ പറഞ്ഞതൊന്നും ചിലപ്പോൾ നമുക്ക് മനസ്സിലായില്ല എന്ന് വരാം. കുറെ മനസ്സിലായി, ഒട്ടൊക്കെ മനസ്സിലായി, ഒട്ടൊക്കെ മനസ്സിലായില്ല എന്നുള്ള നിലവാരത്തിലായിരിക്കാം. അതൊന്നും കുഴപ്പമില്ല. എന്താണ് ഭഗവാൻ ഭഗവത്ഗീത മുഴുവൻ ഉപദേശിച്ചതിൽ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു തരാം എന്നാണ് പറയുന്നത്. ശൃണുമേ പരമം വച, അതാണ് എന്റെ ഏറ്റവും അന്തിമമായിട്ടുള്ള തീരുമാനം. ഭഗവാന്റെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള തീരുമാനം എന്താണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇഷ്ടോസിമേ ദൃഢമിതി കഥോ വക്ഷ്യാമി തേഹം, നീ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായതുകൊണ്ടാണ് ഞാനത് നിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപദേശിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ജീവാത്മാവ് ഭഗവാനെ ശരണം പ്രാപിച്ചാലോ ശരണം പ്രാപിച്ചില്ലെങ്കിലോ ഭഗവാൻ യാതൊരു നഷ്ടവും ലാഭവും ഒന്നുമില്ല. ഭഗവാൻ ആഗ്രഹം എല്ലാവരും ശരണം പ്രാപിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകണമെന്നാണെങ്കിലും ഒരു ജീവാത്മാവ് ഭഗവാൻ ശരണം പ്രാപിച്ചിട്ടില്ലെങ്കിൽ നഷ്ടം ജീവാത്മാവിനാണ്. അല്ല, ഭഗവാന് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. ഭഗവാനെ സേവിക്കാൻ എല്ലാ ഭക്തന്മാരും അവിടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ജീവാത്മാവിനാണ് നഷ്ടം. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, നീ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായത് കൊണ്ടാണ് ഞാൻ ഇത് പറയാൻ പോകുന്നത്. നിന്റെ നന്മയ്ക്കായിട്ടാണ്, ജീവാത്മാവിന്റെ നന്മയ്ക്കായിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അല്ലാതെ ഭഗവാന് പ്രത്യേകിച്ചൊന്നും നേട്ടമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവത്ഗീതയിലെ ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യം ഭഗവാൻ പറഞ്ഞു. മുഴുവൻ ഭഗവത്ഗീത ശ്ലോകം ഒരൊറ്റ ശ്ലോകത്തിൽ ഭഗവാൻ പറയാൻ പോകും. അതെന്താണെന്ന് നമ്മൾ അടുത്ത ദിവസം നോക്കാം. ഇപ്പോൾ നമ്മൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്കിപ്പം ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ശ്ലോകം വായിക്കാം.